ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പാലക്കാട് പോവാണ്, ഹസ്ബൻഡ് വീട്ടിലോട്ട് പോവാണ്. അപ്പം അങ്ങനെ കുഞ്ഞു വ്ളോഗായിരിക്കും കേട്ടോ. കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ പോകുന്നതിന് മുന്നേ ഒരു ഇൻട്രോ വീട്ടിലിരുന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ പോകുന്നത് രാത്രിയൊക്കെ ആയിരിക്കും. അപ്പോ രാത്രിയിൽ വെട്ടക്കുറവൊക്കെ ഉണ്ടല്ലോ. സോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ, എപ്പോഴും നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളല്ലേ കാണുന്നത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ പോയിട്ട് ഇന്നിപ്പോൾ പോവുകയാണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഡേ നൈറ്റ് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും വരിക. നമ്മളൊരു സാറ്റർഡേ പോകുന്നത്. അപ്പം ഇന്നൊരു സാറ്റർഡേ. അപ്പം ഇന്ന് പോയിട്ട് നാളെ അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ വൈകുന്നേരം അല്ലെങ്കിൽ തിങ്കളാഴ്ച ഏർലി മോർണിംഗ് ആയിരിക്കും ഞങ്ങൾ തിരിച്ചു വരിക. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മൾ പോയി വന്നതിന് ശേഷമായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെയായിരിക്കും. അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും നമ്മൾ പോകുന്ന കാര്യങ്ങളും അങ്ങനെയുള്ളൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങളാണെങ്കിൽ ഇറങ്ങിയപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇറങ്ങിയായിരുന്നു. ഇറങ്ങി കുറേ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങി. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു, പറ്റിയില്ല. വർക്കൊക്കെ കഴിഞ്ഞ് വരാനായിട്ട് ഒത്തിരി ലേറ്റായി പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റെഡിയായി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് സമയം എടുത്തായിരുന്നു. പിന്നെ ഞങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിക്കാനായിട്ട് ഇടയ്ക്ക് നിർത്തിയായിരുന്നു. അപ്പോഴും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. സത്യം പറഞ്ഞാൽ രാത്രിയിൽ ഇങ്ങനെ നമ്മൾ ആസ്വദിച്ച് പാട്ടൊക്കെ കേട്ട് സംസാരിച്ച് ആസ്വദിച്ച് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പം വീഡിയോ എടുക്കുന്ന കാര്യം സത്യമായിട്ട് ഓർക്കത്തില്ല കേട്ടോ. പിന്നെയാണ് ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചത്, അപ്പം നീ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ എടുക്കാത്തതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ സത്യമായിട്ട് ഓർത്തത്. നമ്മളിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എടുക്കാനായിട്ട്, അങ്ങനെ വിചാരിച്ചു, അങ്ങനെ ഓർത്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പതുക്കെ ഫോണൊക്കെ എടുത്ത് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കണ്ട കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ക്ലിപ്സ് മാത്രമാണ് ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും തന്നെ അവിടെ ചെന്നാലും നമ്മളിങ്ങനെ യൂസ്ഡ് അല്ലല്ലോ. ഞാനിങ്ങനെ ഇരുന്ന് വളവളാന്ന് സംസാരിക്കുന്ന പോലെ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ആരും അങ്ങനെ അവരുടെ ഒരു പ്രൈവസീനെയും കൂടെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ നമ്മളങ്ങനെ നിർബന്ധിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ആളെ നിർബന്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് റാൻഡമായിട്ട് ഇങ്ങനെ ഞാൻ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം എന്നെ എന്തോരം നേരം എന്ന് വെച്ചാൽ എൻ്റെ ഈ മുഖവും ഞാൻ ഈ കാണിച്ചു കൂട്ടുന്ന കാട്ടുകൂട്ടലുകളൊക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അല്ലേ പിന്നെ ഇങ്ങനെ പുറത്ത് വ്യൂ മാത്രം. അപ്പോൾ ഈ രാത്രിയിൽ അങ്ങനെ ഒത്തിരി വ്യൂസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറ്റണ പോലെ ഞാനിതിനകത്ത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടോ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് എനിക്കറിയത്തില്ല. ഏകദേശം പെരുമ്പാവൂരൊക്കെ എത്താറായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ച് ഞാനത് ഇതാക്കി വെച്ചേക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് വോയിസ് ഓവറായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പാട്ട് വന്നാൽ പിന്നെ നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കുത്തിപ്പിടിച്ചിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മളത്രയും എടുത്ത എഫേർട്ട് അത്രയും പോകത്തില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ വ്ളോഗായിട്ടൊക്കെ എടുക്കുന്നത് വളരെ വിരളമാണ്. ഇപ്പം ഞാൻ കുറച്ച് പ്രെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ വീഡിയോസായിട്ട് ചെയ്യുന്നത്. അപ്പം വ്ളോഗായിട്ട് ഇപ്പോൾ എടുത്തിട്ട് അങ്ങനെ കുറച്ച് ദിവസമായെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ എടുക്കാം. ഇങ്ങനെ പോകുന്ന പ്ലാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് അല്ല, ജസ്റ്റ് 2 ദിവസം മുന്നേ നമ്മളിങ്ങനെ ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ എല്ലാ മാസവും പോകാമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അവിടെയും മമ്മിയൊക്കെ പ്രായമായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ പോയി കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർക്കൊരു സന്തോഷമൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ജോലി ഭാഗമായിട്ടാണ് ഞങ്ങൾ വേറെ ആയിട്ട് താമസിക്കുന്നത്. കാരണം വർഷങ്ങളോളം എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെയും പാടാണല്ലോ. അപ്പം ഒരിടത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ തന്നെ നമ്മൾ നിൽക്കണമല്ലോ.
അവിടെ പിന്നെ ഹസ്ബൻഡ് ചേട്ടനും ചേച്ചിയും പിള്ളേരും അങ്ങനെ അമ്മയും ഇത്രയും പേരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ എല്ലാവരുമായിട്ട് ഒന്നിച്ച് കൂടാറുണ്ട്. അങ്ങനെ കഴിഞ്ഞ മാസം ഞങ്ങളങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാസം അങ്ങനെ എല്ലാ മാസവും പറ്റുന്ന പോലെയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കഥകളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഭയങ്കര ലൈറ്റ്, ഭയങ്കര രസമാണ് കാണാനായിട്ട്. നമ്മൾ വണ്ടി ഓടിക്കുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും. ഇങ്ങനെ വണ്ടി ഓടിച്ച് നല്ല ആരും ഇല്ലാത്ത വഴി കൂടെ വണ്ടി ഓടിച്ച് പോകണം എന്ന് വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് തിരക്ക് കുറഞ്ഞ റോഡിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകാനൊക്കെ ആയിട്ടാണെങ്കിലും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം ഞാനും അങ്ങനെ ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത്ര നാളും എനിക്ക് പേടിയായിരുന്നു. അപ്പം അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ കുതിരാൻ തുരങ്കത്തിൽ കൂടെ കയറി പോവാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ. പ്രോപ്പർ പാലക്കാടാണ്. പാലക്കാട് അങ്ങനെ അത്ര ദൂരത്തേക്കൊന്നും പോകണ്ട, എന്നാലും ഇത്രയും തന്നെ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലെത്തും. അപ്പോൾ എന്താ പറയുക, 11 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കുമാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. പിള്ളേരാണെങ്കിൽ ഉറങ്ങാതെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ പിള്ളേരുടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ട് കാണിക്കുകയും അങ്ങനെ കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നല്ല രസമായിരുന്നു. കുറച്ച് സമയം അവരുടെ കൂടെയൊക്കെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവർക്കും അത് സന്തോഷമാണ്. അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതല്ലേ നമുക്ക് വേണ്ടിയിട്ട്, നമ്മളെ കാണാനും സംസാരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെ ആട്ടോ. പിറ്റേ ദിവസം രാവിലെ ആയി. ഞങ്ങൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഓരോരുത്തരും ഓരോ പണികളിൽ ഓരോ കാര്യങ്ങളിൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ കഴിഞ്ഞ് വന്ന് കുറച്ച് സമയം വീട്ടിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ എല്ലാവരുടെയും അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോഴാണ് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ പറയുന്നത് 2 ദിവസമായിട്ട് മഴയില്ലായിരുന്നു, ഭയങ്കര വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ താമസിക്കുന്നിടത്തും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം അങ്ങനെ സംസാരിക്കുകയും സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. നല്ല മഴയായിരുന്നു, അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പം. അപ്പോഴും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ഭാഗങ്ങൾ ഞങ്ങൾ ചക്ക ഇടാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ തിരിച്ച് പോരുക കേട്ടോ. ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ പോരാമെന്ന് വിചാരിച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ ഒത്തിരി സമയമാകും, ഒത്തിരി നേരത്തെ എണീക്കണം. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് ഞങ്ങൾ നേരെ തന്നെ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോന്നു കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പോരുന്ന വഴിക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് നമ്മുടെ പുല്ലുവഴി പള്ളിയാണ്, അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് വിട്ടിട്ട് എടുക്കാതിരിക്കാൻ തോന്നിയില്ല. ഒരു ക്ലിപ്പും കൂടി അതിനകത്ത് ചേർത്താ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒക്കെ ആയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് തന്നെ പോന്നു. പിന്നെന്താ വിശേഷം, ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ വീടെത്തുന്നവരെ ഭയങ്കര മഴയായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഉറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉറങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾ ഡ്രൈവ് ചെയ്യുമ്പം ഒരു സംസാരിച്ച് പോവുകയാണെങ്കിൽ ആൾക്കും ഉറക്കം വരുമൊന്നുമില്ലല്ലോ. പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം. പിന്നെ ഉറക്കം വന്നപ്പോഴത്തേക്ക് ആൾ കുറച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.